ഹലോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്? ബിക്കോസ് ഭയങ്കര തിരക്കുകളല്ലേ ഇതിനിടയ്ക്ക്. ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എസ്പെഷ്യലി വെൻ യു ആർ ലിവിങ് എലോൺ എബ്രോഡ് ഓർ വേർ എവർ ഇറ്റ് ഈസ്. നമ്മൾ എങ്ങനെയാണ് കണക്ഷൻസ് കീപ്പ് ചെയ്യുന്നത്? ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണത്. ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ സംസാരിക്കുന്ന കോണ്ടാക്റ്റുള്ള ഫ്രണ്ട്സാണ്. ഒരു ദിവസം വിളിച്ചിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഹൗ ക്യാൻ യു ബി സച്ച് എ സോഷ്യലൈസിങ് പേഴ്സൺ ഇൻ യുവർ ബിസി ഷെഡ്യൂൾ? എങ്ങനെയാണ് ഇത്ര തിരക്കുള്ള ജീവിതത്തിൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളത്. സോ ലെറ്റ് മീ ബി ക്ലിയർ. ഓക്കെ, അതിനുള്ള മറുപടി എൻ്റെ സുഹൃത്തിന് ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, സോഷ്യലൈസിങ് അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ചോയ്സ് അല്ലേ. അത് നമ്മുടെ ഒരു ഓപ്ഷനാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് ആളുകളുമായിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് എന്നെ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ വാട്സപ്പ്. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ചാറ്റ്സ് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അവരുടെ വാട്സപ്പിൽ ചാറ്റ്സിൻ്റെ അവിടെ അൺഓപ്പൺഡ് മെസ്സേജസ് കാണാമല്ലോ, എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. സോ ഐ ഹാവ് സീൻ മെനി ടൈംസ്. ഞാൻ പല സമയത്തും കണ്ടിട്ടുള്ള കാര്യമാണ് 146 അൺഓപ്പൺഡ് ചാറ്റ്, തുറന്നിട്ടില്ലാത്ത ചാറ്റുകൾ 146, 152, 202. സോ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ബിക്കോസ് ആ അൺഓപ്പൺഡ് ചാറ്റിനകത്ത് ഒരു 10 പേരുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 7 പേരുടെ അൺഓപ്പൺഡ് ചാറ്റിനകത്ത് എൻ്റെ ചാറ്റും കാണും അല്ലേ. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരാത്തതോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പലപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയക്കും ആളുകൾക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഓ നമ്മളൊക്കെ വലിയ ആൾക്കാരായില്ലേ, ഇപ്പോൾ നമ്മളൊന്നും മൈൻഡൊന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോ എന്തോ എന്നുള്ളത്. 4 മാസം കഴിഞ്ഞിട്ടും അങ്ങോട്ട് മെസ്സേജ് അയച്ചത് ഞാനാണ്, 1.5 വർഷം കഴിഞ്ഞിട്ടും അങ്ങോട്ട് മെസ്സേജ് അയച്ചത് ഞാനാണ്. പക്ഷേ കേൾക്കുന്ന എന്താണ് ഇത്, ഓ ഒക്കെ നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ, നീ നമ്മളെയൊക്കെ ഓർക്കുന്നുണ്ടോ? ലൈക്ക് നമ്മൾ എപ്പോഴും അയച്ചൊരു മെസ്സേജ് അവിടെ അൺഓപ്പൺ ആയിട്ട് അവിടെ കിടപ്പുണ്ടായിരിക്കും. സോ ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് അല്ലേ. ഒന്നുകിൽ നമ്മുടെ ഫോണിൽ ഇതുപോലെ പലരുടെയും ചാറ്റ് അൺഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാരുടെയോ ഫോണിൽ നമ്മുടെ ചാറ്റും ഇങ്ങനെ അൺഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. സോ ഇപ്പം ഇവിടെ ഞാൻ പറയുകയാണെന്നൊക്കെ, ഓക്കെ ഞാനിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, ഹായ് എന്നാ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അതെൻ്റെ ചോയ്സാണ്. മെസ്സേജ് അയക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. ആ മെസ്സേജ് ഓൾറെഡി അവർ നോട്ടിഫിക്കേഷനിൽ നിന്നൊക്കെ തന്നെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിന് റിപ്ലൈ തരണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചോയ്സുമാണ്. സോ ഹൗ ക്യാൻ എ പേഴ്സൺ ബി സോഷ്യലൈസ്ഡ് ഓർ ഗെറ്റ് കണക്റ്റഡ് അല്ലെങ്കിൽ ബി കണക്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇറ്റ്സ് എ ചോയ്സ്. എങ്ങനെയാണ് ഒരാൾക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്? അതൊരു ചോയ്സാണ്. നിങ്ങൾക്ക് വേണോ, യു വിൽ ഫൈൻഡ് ടൈം, നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരു എനിക്ക് സൊസൈറ്റി ഇല്ലാതെ എന്നല്ല, എനിക്ക് സംസാരിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, ഇഫ് യു ആസ്ക് മീ, എന്നോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സംസാരിക്കുന്നതാണ്. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറച്ച് നേരം അയ്യേ ഇത് മാത്രം വലിയ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു എനിക്ക് എന്നുള്ളത്. ശരിക്കും അതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയിരുന്നിരിക്കാം, പക്ഷേ ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണത്, ഞാൻ റിലീവ്ഡാണ്. അപ്പോൾ എൻ്റെ നെസസിറ്റിയാണ്, എൻ്റെ ആവശ്യമാണ് ആളുകളോട് സംസാരിക്കുക, ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അതാണ് എന്നെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് സോഷ്യലൈസ് ചെയ്യുന്നത് അവരെ ഹാപ്പി ആക്കുന്ന കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കുന്നത് ചില പെർട്ടിക്കുലർ ആൾക്കാരോട് മാത്രം സംസാരിക്കുന്നതായിരിക്കും. സോ എപ്പോഴും എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യലൈസിങ് എന്ന് പറയുന്നത് ഓപ്ഷനാണ്. സോ അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം, ഓക്കെ എനിക്ക് സമയമില്ല, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, അയ്യോ വിളിക്കണം എന്ന് ഓർക്കൂട്ടോ പക്ഷെ സമയമില്ലായിരുന്നു എന്ന് പറയും. ഓക്കെ, മറന്നുപോയി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ജെനുവിൻ റീസൺ. ഓക്കെ ഓർത്തായിരുന്നു പക്ഷെ ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. പക്ഷെ ചിലർ പറയുന്ന കാര്യമുണ്ട്, അയ്യോ സമയമില്ലായിരുന്നു കേട്ടോ എന്നുള്ളത്. പക്ഷെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ടെങ്കിലും അത്രയും മനുഷ്യന്മാർക്കും കൊടുത്തിരിക്കുന്ന 24 മണിക്കൂറാണ്. ഓക്കെ, ആസ് പെർ സയൻറ്റിഫിക് എവിഡൻസസ്
എന്താ പറയുക 24 മണിക്കൂറാണ് ഒരു വ്യക്തിക്കുള്ളത്, എല്ലാ വ്യക്തികൾക്കും ഉള്ളത്. അപ്പോൾ അതിൽ എന്തിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം, സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ് അല്ലേ. ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10 സെക്കൻഡ് പോലും എടുക്കില്ല അല്ലേ. പക്ഷേ ആ 10 സെക്കൻഡ് നമ്മൾ എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ കൊടുക്കണോ, ആ 10 സെക്കൻഡ് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ചോയ്സാണ് അല്ലേ. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ബി എ സോഷ്യലൈസിങ് പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യലൈസ് ചെയ്യണം പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, നിങ്ങൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ് ഇറ്റ് യുവർ ചോയ്സ്? ഇസ് ഇറ്റ് യുവർ നെസസിറ്റി ടു ബി സോഷ്യലൈസ്ഡ് ഓർ ടു സ്റ്റേ കണക്റ്റഡ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുമെന്നേ, കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത്